പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികൾ, നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുകയാണ്. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഒരു ഭാഗത്തും വർഗീയ ഫാസിസത്തുകൾ മറുവശത്തു നിന്നുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ജയിച്ചു കയറണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോചിപ്പിക്കുന്നതിന്, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിന്, ഇന്ത്യൻ ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിന്, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യനും സിഖനും ജൂതനും പാർസിക്കും ഒന്നായി ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ നാട്ടിൽ ജീവിക്കുന്നതിന്, ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദത്തിന്റെ പൂന്തോട്ടം സ്ഥാപിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഓരോ വോട്ടിനും വിലയുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 70 വർഷക്കാലമായി ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. അവർ ഈ രാജ്യത്ത് മതേതരത്വം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് വർഗീയതയ്ക്കെതിരായി അവർ പോരാടിയിട്ടുണ്ട്. പൗരത്വ നിയമങ്ങളും ഭേദഗതികളും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ പോലും യഥാർത്ഥ അവകാശികൾക്ക് പൗരത്വം നൽകിയ ഒരു ഭരണകൂടങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും നാടിനെ ഭിന്നിപ്പിക്കുകയും ഭിന്നിപ്പിച്ച് ഭരിക്കുകയും ചെയ്യുക എന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര ഭരണാധികാരികൾ പുലർത്തുന്നത്. തികച്ചും ഒരു ഫാസിസ്റ്റ് ഭരണാധികാരികൾക്കെതിരായുള്ള ഒരു പോരാട്ടമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ മഹത്തായ അധികാരം വോട്ടവകാശമാണ്. അത് വിനിയോഗിക്കപ്പെടണം. വോട്ടിന്റെ വില നിശ്ചയിക്കപ്പെടാൻ കഴിയില്ല. അതെത്രയാണ് എന്നാർക്കും തന്നെ കണക്കാക്കപ്പെടാനും കഴിയില്ല. വിലയേറിയ വോട്ടുകൾ എന്നുള്ളത് ഒരു അലങ്കരീയമായ ഭാഷയാണെങ്കിൽ പോലും ആ വോട്ടിന്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ അത് വിനിയോഗിക്കുക. ജനാധിപത്യത്തിനും നാടിനും വേണ്ടി ഈ യുദ്ധത്തിൽ ജയിച്ചു കയറാൻ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വീണ്ടെടുക്കാൻ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംരക്ഷിക്കപ്പെടാൻ, ഈ മണ്ണിൽ ജനിക്കുവാനും ഈ ജനിച്ച മണ്ണിൽ ജീവിക്കുവാനും ജനിച്ച മണ്ണിൽ തന്നെ മരിക്കുവാനുമുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ നിങ്ങൾ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ പ്രവർത്തന രംഗത്തും ഉണ്ടാകണമെന്നും നിങ്ങളുടെ ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത് രാജ്യത്തെ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടത്തിൽ കക്ഷിയാകണമെന്നും സവിനയം എല്ലാവരോടും ആവശ്യപ്പെടുന്നു.